പിന്നെ ഈ സെക്സ്വൽ വികാരമാണ് ചിലർക്ക് അത് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യമായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവർ കഴപ്പെന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താ ഞരമ്പ് രോഗി അങ്ങനെ വിളിക്കും. ശരിക്കും പറഞ്ഞാൽ അവരെ അങ്ങനെ ആക്ഷേപിക്കരുത്. കാരണം നിങ്ങൾ ഹോമോസെക്സ്വൽ ആൾക്കാരായതുകൊണ്ട് ഹോർമോണൽ പ്രോബ്ലമാണ്. അപ്പോൾ അതേപോലെ ഇവർക്ക് ഇത് കൂടുതൽ ആൾക്കാർ അവരെ ഇങ്ങനെ വിളിച്ച് അപമാനിക്കരുത്. അവരും ഹോമോസെക്സ്വൽ വിഭാഗമാണ്, അവർക്ക് ഈ ഹോർമോൺസ് കൂടുതലാണ്. ഇപ്പോൾ ബോജയുടെ കേസല്ല, അങ്ങനെ കേസിൽ അവർക്ക് വല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത്. ഈ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഒരു കല്യാണം കഴിച്ച് 2 മക്കളുടെ ശേഷമാണ് പെണ്ണുങ്ങൾ പുറകെ പോയത്. അതുകൊണ്ട് ഞാൻ എതിർത്ത് പറഞ്ഞത്. ഇതൊക്കെയാണ്. പിന്നെന്തൊക്കെയാണ് ഫിലോസഫിയായിട്ട് ഒരു പറയുക, നമ്മുടെ 12-13 വയസ്സാകുമ്പോൾ മെച്യൂറാവും. കല്യാണം കഴിക്കുന്ന 30 വയസ്സിലാണ്. അപ്പോൾ ഈ 18 വർഷം നമ്മളുടെ വികാരം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അത് ഒന്നെങ്കിൽ ലവേഴ്സോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചെയ്യാവുന്ന മാസ്റ്റുർബേഷനാണ്. അതാണ്. അല്ലാതെ ഇപ്പോൾ കേരളത്തിലെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ ഹോമോസെക്സ്വൽ ആൾക്കാരെ അപമാനിക്കരുത്, അല്ലെങ്കിൽ ആ പേര് ഉപയോഗിക്കരുതെന്ന് പറയുന്ന പോലെ ഒരു കാര്യം പറയേണ്ടതാണ്. ഈ ലൈംഗികത കൂടുതൽ ആൾക്കാരെ ഞരമ്പ് രോഗി അല്ലെങ്കിൽ കഴപ്പ് അങ്ങനത്തെ വശം ഉപയോഗിക്കരുത്. കാരണം അത് അവരുടെ വീക്ക്നെസ്സാണ്, ആ ഹോർമോൺസിൽ കൂടുന്നത്. അത് എപ്പോഴും ഉണ്ടാക്കണമെന്നല്ല. അപ്പോൾ അവരെ ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ ബോജയുടെ കേസിൽ അതായിട്ട് എനിക്ക് തോന്നിയാണ്. അല്ലെങ്കിൽ അവർ ഒന്നാണ് ക്രിമിനൽസ് ഫിസിക്കൽ ക്രിമിനൽസ് എല്ലാം കുറച്ച് മാനസിക രോഗമുള്ളവരാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കട്ടെ പണിഷ്മെൻറ്റിനെ കാട്ടും. പിന്നെന്താണ്, ഇപ്പോഴത്തെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഇന്ന് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ സ്വത്ത് പോവും, ആലുമണിയായിട്ട് പോകും. ഗേൾ ഫ്രണ്ടോ ലിവിങ് ടൂത്ത് നടത്തി കഴിഞ്ഞാൽ പീഡനം ആരോപിക്കാം പെണ്ണുങ്ങൾക്ക്. പിന്നെ ഈ കല്ലടി പോലെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് വരാം, അല്ലെങ്കിൽ കാശ് പോകും. പിന്നെ ആകെ ആണുങ്ങൾക്ക് ചെയ്യാവുന്ന ആക്ടിവേഷൻ മാത്രമാണ്, സ്വയംഭോഗം മാത്രം. ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് കേരളത്തിൽ, ഇന്ത്യയിലല്ല. കല്യാണം കഴിച്ച ഒരു കുഴപ്പമാണ്, നമ്മളെ ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ് കൂടുതൽ. എങ്ങോട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് മുഴുവൻ പോകും. ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണ് പണി തരുന്ന അറിയില്ല. ബന്ധുള്ളൂ അല്ലെങ്കിൽ വിജയ് ബാബു പോലെ സെലിബ്രിറ്റീസിനെ പെട്ട് കണ്ടിട്ടില്ലേ? ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ കേസ് തോന്നുന്നു, എൻ്റെ പേരുടെ പേരില്ല. ആ ട്രാൻസ്ജെൻഡറിനെ കണ്ടിട്ടുള്ളൂല്ല. അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം കളയാൻ പറ്റും. കാരണം ചിലപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് മ്യൂച്വൽ എഗ്രിമെൻ്റിലേക്ക് നടക്കുന്നതെല്ലാം അവസാനം മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് കേരളത്തിൽ. എപ്പോഴാണ് പണി തരുന്ന അറിയില്ല. ഒരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവനം കളയാം. കാരണം നിയമങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമാണ്. നിയമം അവർക്ക് അനുകൂലമാക്കാൻ കാരണം ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യ പോലെ സ്ഥലത്തെല്ലാം ഈ എഡ്യൂക്കേറ്റഡ് അല്ല, റൂറൽ ഏരിയാസ് വില്ലേജസിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് സിവിലൈസ്ഡ് ഇല്ലാത്തതുകൊണ്ട് അവർ ഈ റേപ്പ് അവർക്ക് സാധാരണ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ ആ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കേസ് ഞാൻ ട്രാൻസ്ജെൻഡറെ കണ്ടിട്ടുള്ളൂല്ല, എന്നിട്ടാണ് എൻ്റെ പേരിൽ ആരോപണം വന്നത്. എൻ്റെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ ആത്മഹത്യയിലാണ്. ഞാൻ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ദിവസം പോയി എൻ്റെ ഫോട്ടോ വന്നു.